നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കുടുംബജീവിതം നയിക്കുന്നവര് കുടുംബത്തിലെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടോ? കർത്താവിന്റെ ആ ശിഷ്യന്റെ വേല ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലൂടെ, സ്നേഹത്തിലൂടെ, പരസ്പരം ക്ഷമിക്കുന്നതിലൂടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടോ? ദൈവം തുടരുതെന്ന് പറഞ്ഞ കാര്യം തൊട്ട് അതിനു വേണ്ടി പ്രാധാന്യം നൽകി. പണം എടുക്കരുത്, നിങ്ങൾ പണസഞ്ചി ഒന്നും എടുക്കരുത്, നിങ്ങൾ ഇറങ്ങുക, അതിനല്ല പ്രാധാന്യമെന്ന് പോകുന്ന ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നമ്മൾ പണത്തിന് പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് നമ്മുടെ കുടുംബത്തിലെ സുവിശേഷ പ്രഘോഷണം നടക്കാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. രണ്ടുപേരെ അയച്ചത് ദൈവത്തിന്റെ വചനങ്ങൾ അയക്കാനാണ്. എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മളൊന്ന് ചിന്തിക്കുക. ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ സുവിശേഷം ചിലപ്പോൾ നല്ല നന്മ ചെയ്യുന്നതിലൂടെയാകാം, സഹായിക്കുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയാകുന്നതിലാകാം എനിക്ക് എൻ്റെ ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്നുണ്ട്.